ഒരു രാത്രി ഒരു 10:43 ആ സമയത്ത് ഉഗ്ര ശബ്ദത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അപ്പം ഞാൻ അടുക്കളയിലായിരുന്നു. ഓടി ഞാൻ പുറത്ത് വരുമ്പോൾ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള 2 വീട്ടുകാരും അവരെല്ലാവരും പുറത്തിറങ്ങി. ഇപ്പം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്ന, ഈ പരിസരം മുഴുവൻ കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ എല്ലാവരും വീടുകൾ അടഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പം വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അതിനുള്ളിൽ ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ്, കളക്ടറേറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു വഴിയായതുകൊണ്ട് തന്നെ പല ബൈക്കുകളും അതുപോലെ തന്നെ കുറച്ച് നീങ്ങിയിട്ട് കാറും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പോലീസ് അധികാരികൾ വന്നു, അവർ ചുറ്റുമുള്ള വീട്ടുകാരോട് അവർ മൊഴിയെടുത്തു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെയും കണ്ടു, എന്നോട് സംസാരിച്ചു. അത്രയാണ് ഉണ്ടായിട്ടുള്ളത്. ബോധപൂർവം ഇങ്ങോട്ട് എറിയാനുള്ളൊരു ശ്രമമായിരിക്കാൻ നടന്നതല്ലേ? അങ്ങനെയാണ്? അല്ല, അവിടെ ആരും അങ്ങനെ ആ വീട് എന്ന് പറയുന്നത് അവർ വളരെ ശാന്തമായിട്ട്, കാരണം അവർക്കൊരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ്. അങ്ങനെ തെറ്റിയിട്ടും അറിയാൻ പാടില്ല. ഇപ്പോൾ വീട്ടിൽ എൻ്റെ കാർ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ വെള്ള കാറകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്ത ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചൊരു ശക്തി ഉണ്ടാവുമല്ലോ. കാരണം ഈ എറിയണം എന്ന് വിചാരിച്ച ആൾ മാത്രം ആയിരിക്കില്ല ഈ ഗൂഢാലോചനയുടെ പിറകിൽ ആളുകളുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വെള്ള കാറ് വീടിൻ്റെ മുന്നിലുണ്ടെന്നും ആ വെള്ള കാറുള്ള വീട്ടിലേക്ക് എറിയണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അവർ നോക്കുമ്പോൾ വെള്ള കാറ് ഇവിടെ ഇല്ല, നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്നു, വെള്ള കാറ് ഓപ്പോസിറ്റ് വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും നല്ല ജോലിക്കല്ലല്ലോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മനസാന്നിധ്യത്തോടു കൂടിയിട്ട് സ്ഫോടനം നടത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടും തമ്മിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസേ ഉള്ളൂ, 2 വീടിൻ്റെയും എൻട്രൻസ് തമ്മിൽ. കാറ് സംശയാസ്പദമായി കണ്ടു എന്നുള്ളതാണ് ഇപ്പം നിലവിൽ നാട്ടുകാരിങ്ങനെ പറഞ്ഞതായിട്ട് അറിയുന്നത്. അല്ല, ഒരു കാറ് സംശയാസ്പദമായി കണ്ടു എന്ന് അവർ വീട്ടുകാർ പറയുന്നുണ്ട്. ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാനായിട്ട് ഇവിടെ തന്നെ CCTV ക്യാമറയും ആളുകൾ വരുന്നതും പോകുന്നതും എല്ലാം കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സിറ്റിയാണിത്. കാരണം കളക്ടറേറ്റിൻ്റെ പരിസരം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രാമപ്രദേശം പോലെയല്ല. അപ്പോൾ അത് പോലീസ് അധികാരികൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതൊരു നോർമലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ പ്രതികളെ പിടിക്കണം എന്നില്ല. ഇത് ഗൗരവത്തിലെടുക്കുന്നുണ്ടോ പോലീസ്? എന്താണ് അവരെ സംബന്ധിച്ചു? അല്ലല്ല, ഗൗരവത്തിലെടുക്കണം എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമല്ലത്. കാരണം ഇത് ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു സംഭവം അത് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ഗൂഢ ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ ഗൂഢ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഈ ആളുകളെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട്, എല്ലാ വീടുകൾക്കകത്തിരിക്കുന്ന ആളുകളെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം എങ്ങനെ നടത്തി, ആരാണ് അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത്, അത് കണ്ടുപിടിക്കണം. അത് പോലീസ് അധികാരികൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വലിയൊരു ശബ്ദം കേട്ടു, അങ്ങനെ എല്ലാവരും അകത്തായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ല ആളുകൾക്ക് എല്ലാവർക്കും. ആളുകളെല്ലാവരും വീട് അടച്ച് വാതിലടച്ചിട്ടാണല്ലോ അകത്തിരിക്കുന്നത്. അപ്പോൾ വാതിലടച്ച് അകത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പല ആളുകളും അവർ TV വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും വലിയ ശബ്ദമുണ്ടായപ്പോഴാണ് അവർ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടായത്. ഞാനും അകത്താണ് ഉണ്ടായിരുന്നത്, അവിടെ വാർത്ത വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യായിരുന്നു.